ഫോട്ടോഷോപ്പിലെ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിക്കുന്ന വിധമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ഇതിനായിട്ട് ഇതിൽ കാണുന്നതാണ് ടെക്സ്റ്റ് ടൂള്. ടൂള് സെലക്ട് ചെയ്യാനായിട്ട് കീബോർഡിൽ ടി എന്ന അക്ഷരം പ്രസ് ചെയ്താലും മതി. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ടെക്സ്റ്റ് ഇൻസെർട്ട് ചെയ്യേണ്ട ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യാം. രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇതിനുശേഷം ടെക്സ്റ്റ് സാധാരണ ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇതുപോലെ തന്നെ അതിനെ സെലക്ട് ചെയ്യാം. ഡ്രാഗ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. ഇതിലൂടെ ടെക്സ്റ്റ് ഫോണ്ട് മാറ്റാം. ഇവിടെ കാണുന്ന ഓരോന്നിന്റെ സാമ്പിൾ ആണ്. അതിനനുസരിച്ചിട്ട് ഫോണ്ട് സ്വീകരിക്കാവുന്നതാണ്. സിമ്പിൾ സ്വീകരിക്കാം. ഇവിടെ അത് ബോൾഡ് വേണം, റെഗുലർ വേണം, ഇറ്റാലിക്സ് വേണം. അത് ഓരോ ഫോണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള കേപ്പബിലിറ്റീസ് ആണ് ഉണ്ടായിരിക്കുക. അതിനനുസരിച്ചിട്ട് അതിന് വ്യത്യസ്തമായിട്ടുള്ള റെഗുലർ, ബോൾഡ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് റെഗുലർ, ഇറ്റാലിക്, ബോൾഡ്, ബോൾഡ് ഇറ്റാലിക് 4 ഓപ്ഷനുകളുണ്ട്. ചില ഫോണ്ടുകൾക്ക് ഇതിൽ കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ടാവാം. ചില ഫോണ്ടുകൾക്ക് സാധാരണ എന്താ പറയുക, റെഗുലർ സൈസ് മാത്രമേ ഉണ്ടാകൂ. ഇനി ഈ കൺട്രോളിലൂടെ നമുക്ക് ഫോണ്ടിന് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ആവാം. ഇനി ഇതിലൂടെ അതിന്റെ ഷാർപ്നെസ് കൂട്ടുകയും ഷാർപ്നെസ് ഒഴിവാക്കുകയും അതുപോലെ തന്നെ അതിന്റെ സ്മൂത്ത്നെസ്, സ്ട്രോങ്, ക്രിസ്പ്. ഇത് എഡ്ജ് അതിന്റെ ഷാർപ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് നമ്മൾ വലുതായിട്ട് കാണുമ്പോൾ അതിന്റെ എഡ്ജ് ഷാർപ്നെസ്സിനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സ്ട്രോങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കൂടി നന്നായ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾ കൺട്രോളുകൾ ഇല്ലാത്ത അവസ്ഥയിൽ ഇത് വലിപ്പ ചെറുപ്പം കൂട്ടുന്നതിന് കൺട്രോൾ ടി പ്രസ് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമായ രീതിയിൽ അതിനെ റീസൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ടെക്സ്റ്റ് ടൂളിൽ കാണാവുന്നത് അതിന്റെ അലൈൻമെന്റ്സ് ആണ്. നോർമലി ഇത് കൂടുതൽ ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിലാണ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കൂടുതൽ ടെക്സ്റ്റുകൾ ലഭിക്കുന്നതിന് ടൈപ്പ് ചെയ്യുന്നതിനും മറ്റും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈപ്പിംഗ് ഏരിയയാണ് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നത്. ഇതിനകത്തായിരിക്കും പിന്നീട് നമ്മളുടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ആവശ്യമായ ടൈപ്പിംഗ് കൊടുക്കാം. ഈ അവസ്ഥയിൽ നമുക്ക് സെലക്ഷൻ ചെയ്തതിന് ശേഷം അതിനെ ലെഫ്റ്റ് അലൈൻമെന്റും സെൻട്രൽ അലൈൻമെന്റും റൈറ്റ് അലൈൻമെന്റും സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കളർ സ്വീകരിക്കാറ്. ആവശ്യമായ കളറുകൾ സ്വീകരിക്കാം. ഇനി ടെക്സ്റ്റിന് ഗ്രാഡിയന്റ് കൊടുക്കാനെല്ലാം സാധിക്കും. ടെക്സ്റ്റിന് ഗ്രാഡിയന്റ് കൊടുക്കുന്നതിനായിട്ട് നമ്മളിവിടെ ടെക്സ്റ്റ്, ഈ കാണുന്ന ടെക്സ്റ്റ്, ഇതിനെ ഗ്രാഡിയന്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ ടെക്സ്റ്റിനെ റാസ്റ്ററൈസ് ചെയ്യുന്നതാണ് കുറേ കൂടി ആദ്യം നല്ലത്. ആദ്യം റാസ്റ്ററൈസ് ടൈപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റാസ്റ്ററൈസ് ടൈപ്പ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ടെക്സ്റ്റ് ഭാഗം, ഈ ടെക്സ്റ്റ് റാസ്റ്ററൈസ് ആയി. ഇനി ഇതിന്റെ ലെയർ തമ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് പിക്സൽസ് കൊടുക്കുക. അതിനുശേഷം ആവശ്യമായ എന്താ പറയുക ഗ്രാഡിയന്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഗ്രാഡിയന്റ് ടൂളായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ആവശ്യമായ രീതിയിൽ നമുക്കതിനെ എന്താ പറയുക ഇഫക്റ്റുകളെല്ലാം കൊടുക്കാവുന്നതാണ്. ഇതിനായിട്ട് സ്റ്റൈൽസ് സെലക്ട് ചെയ്യുക. സ്റ്റൈൽസിന്റെ പാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റൈലുകൾ സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ് കാണുന്നതെങ്കിൽ കൂടുതൽ സ്റ്റൈലുകൾ സ്വീകരിക്കുന്നതിന് ഇവിടെ ഈ പാലറ്റിന്റെ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. പാലറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം ഇവിടെ ഈ കാണുന്ന അബ്സ്ട്രാക്ട് സ്റ്റൈൽസ്, ബട്ടൺ സ്റ്റൈൽസ്, ഡോട്ടഡ് സ്ട്രോക്സ്, DP സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റൈലുകൾ കാണും. അപ്പൊ ടെക്സ്റ്റ് ഇഫക്ട്സ് എന്നുള്ള ഒരെണ്ണം നമുക്ക് സ്വീകരിച്ച് നോക്കാം. ടെക്സ്റ്റ് ഇഫക്ട്സ് 2 സ്വീകരിച്ചു, ഓക്കെ കൊടുക്കുക. ടെക്സ്റ്റിന്റെ ഇഫക്റ്റുകളാണ് ഈ കാണുന്നത്. ഇത് കുറച്ചും കൂടി കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വലുതാക്കി നോക്കാം. വ്യത്യസ്തമായ രീതിയിൽ കണ്ടു നോക്കാം. അതുപോലെ തന്നെ പ്രവർത്തിച്ച് നോക്കാം. കണ്ടോ, അതിനുശേഷം ഇവിടെ കണ്ടോ വ്യത്യസ്തമായ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി ടെക്സ്റ്റിനകത്ത് ചിത്രങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം, ചിത്രവും സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഈ കാണുന്ന ഒരു ചിത്രമാണ് വേണ്ടതെങ്കിൽ
ഈ ചിത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ചിത്രം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ A പ്രസ് ചെയ്ത് കോപ്പി ചെയ്തു. ഞാൻ ഈ ചിത്രം കോപ്പി ചെയ്തു. ഇതിന് ശേഷം ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് എഡിറ്റ് മെനുവിൽ നിന്നും പേസ്റ്റ് സ്പെഷ്യലിൽ പേസ്റ്റ് ഇൻറ്റു കൊടുക്കുക. നമുക്ക് ആ ചിത്രം ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. കണ്ടോ? അപ്പോൾ ടെക്സ്റ്റിനകത്ത് ആ ചിത്രം നമുക്ക് ആവശ്യാനുസരണം കാണാനായിട്ട് സാധിക്കും. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള പാഠത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക്. ഈ പേസ്റ്റ് ഇൻറ്റു എന്നുള്ളത് പേസ്റ്റ് ഇൻറ്റു എന്നുള്ളത് സെലക്ഷൻ നിലനിർത്തിക്കൊണ്ട് സെലക്ഷനകത്ത് പേസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുപയോഗിച്ചാണ് നമ്മളിവിടെ ഇതിനെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടത് അതിൻ്റെ എന്താ പറയുക ആട്രിബ്യൂഷൻസ് ആണ്. ഇതിനായിട്ട് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ആട്രിബ്യൂട്ട്സിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് ആദ്യം മുതൽ കാണിക്കാം. ഇതിനായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. യുവർ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അത് കൺട്രോൾ A പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് റാപ്ഡ് ടെക്സ്റ്റ്, വാർപ്ഡ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്റ്റൈൽസിൽ ആർക്ക് ഉണ്ടോ, ഈ ആർക്ക് സെലക്ട് ചെയ്തപ്പോൾ ടെക്സ്റ്റ് സ്വീകരിച്ചിരിക്കുന്ന രീതി നോക്കുക. അപ്പോൾ ഒരു മാർക്ക് രൂപത്തിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആർക്കിലേക്ക് ഇവിടെ സ്വീകരിക്കാവുന്നതാണ്. ഇതിനായിട്ട് ബെൻഡ് എന്നുള്ളത് ഇങ്ങനെ കൂടുതൽ ബെൻഡാക്കാം. അതുപോലെ തന്നെ താഴത്തേക്ക് ബെൻഡ് ചെയ്യാം. മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഡിസ്റ്റോർഷൻസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് ചെറുതായി മറ്റൊരു ഭാഗത്തേക്ക് വലുതായി നിൽക്കുന്നതിനാണ് ഡിസ്റ്റോർഷൻ. ഇതുപോലെ ഡിസ്റ്റോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിസ്റ്റോർഷനും നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ആവശ്യമായിടത്ത് അപ്ലൈ ചെയ്ത് സ്വീകരിക്കാവുന്നതുമാണ്. ഈ ആർക്ക് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇതിനായിട്ട് നമ്മളിവിടെ ഈ വെർട്ടിക്കൽ എന്നുള്ളത് സ്വീകരിച്ച് നോക്കാം. ഓക്കെ കൊടുക്കാം. സെലക്ട് ചെയ്തുകൊണ്ട് കാണാം വ്യത്യസ്ത രീതികളിൽ ഫോണ്ടിനെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിനും ആവശ്യമായ രീതിയിൽ നമുക്ക് വിവിധ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ലെറ്റർ സ്റ്റൈൽ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ധാരാളം പരിശോധിച്ച് നോക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പാലറ്റിലെ വിവിധ ഓപ്ഷനുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ രസകരമായ ഫോണ്ടുകൾ നമ്മൾക്ക് തയ്യാർ ചെയ്തെടുക്കാവുന്നതാണ്. ഫോണ്ട് സ്റ്റൈലുകൾ, കൂടുതൽ സ്റ്റൈലുകൾ നേരത്തെ പറഞ്ഞതുപോലെ പാലറ്റ് മെനുവിൽ ഇവിടെ കാണാവുന്നതാണ്. ഇമേജ് ഇഫക്ട്സ്, KS സ്റ്റൈൽസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കാണാവുന്നതാണ്. ഇതെല്ലാം അപ്ലൈ ചെയ്ത് നോക്കുക. കണ്ടോ, പുതിയ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യാനിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും തീരില്ല. അപ്പോൾ പെട്ടെന്നൊരു ടെക്സ്റ്റ് ഇഫക്റ്റ് ലഭിക്കുന്നതിന് നമുക്കിത് ഉപയോഗപ്പെടുത്തി നോക്കാവുന്നതാണ്. ഇനി അടുത്തത് ഫോണ്ട് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു ബട്ടണാണ് ഇവിടെ ഈ കാണുന്ന ടോഗിൾ ക്യാരക്ടർ പാരഗ്രാഫിന്റെ പാനൽ. അതിന്റെ പാലറ്റ് വരുന്നതും ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. വഴിയെ സാന്ദർഭികമായിട്ട് പറയുമ്പോൾ ഇതിലെ നമ്മൾ നേരത്തെ കണ്ടതിൽ വ്യത്യസ്തമായിട്ട് വീണ്ടും ഒരുപാട് സ്റ്റൈലുകളുണ്ട്. ഓരോ സ്റ്റൈലുകളും സ്വീകരിച്ച് നോക്കുക. വരുന്ന വ്യത്യാസങ്ങൾ, ഓരോ സ്റ്റൈലിലും വരുന്ന വിവിധ തരത്തിലുള്ള വ്യത്യാസങ്ങൾ സ്വന്തം നിലയ്ക്ക് അനുഭവിച്ചറിയുക. അപ്പോഴാണ് നമുക്ക് ആവശ്യമായ രീതിയിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ വീണ്ടും തിരിച്ചിവിടെ ക്യാരക്ടറിന്റെ പാനലിലേക്ക് വന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ലഭിക്കുന്ന അതേ ഓപ്ഷനുകൾ തന്നെയാണ് ഇവിടെയും ലഭിക്കുന്നത്. ഇതിൽ ഈ കാണുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് നേരത്തെ സ്വീകരിച്ച പോലെ ഫോണ്ട് സ്വീകരിക്കാം. അതിന്റെ വിവിധ സ്റ്റൈലുകൾ, ബോൾഡ്, ഇറ്റാലിക്സ് എന്നിവ സ്വീകരിക്കാം. ഇതിൽ നിന്നും സൈസ് സ്വീകരിക്കാം. സൈസ് നമുക്ക് കൺട്രോൾ T അടിച്ചുകൊണ്ട് വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ആവാം. ഇത് കൂടാതെ ഇത്ര പോയിന്റ് എന്നുള്ളത് സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ 30 പോയിന്റ്, അതല്ലെങ്കിൽ 72 പോയിന്റ്. 72 പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചാണ്. അതായത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 1/72 ഇഞ്ചാണ്. ഒരു ഇഞ്ചിന്റെ 72ൽ ഒരു ഭാഗമാണ് ഒരു പോയിന്റ്. അപ്പോൾ 72 പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ
ആ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ച് വലുപ്പം ഉണ്ടാവും എന്നർത്ഥം. ഇനി ഇവിടെ ഇതിന്റെ എന്താ പറയുക, ടെക്സ്റ്റുകളുടെ അക്ഷരങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് സെറ്റ് ചെയ്യുന്നതിനാണ് ഇവിടെ കാണുന്നത്. ഇതിനിവിടെ 0 സെറ്റിംഗ്സ് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള അകലം കൊടുക്കാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. ചില ടെക്സ്റ്റുകൾക്കാണ് അത് സ്വീകാര്യമാവുള്ളൂ, മറ്റു ചില ടെക്സ്റ്റുകൾക്ക് അത് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഏരിയൽ പോലുള്ള സാധാരണ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബോൾഡ് കൊടുത്തു. ഇനി ഇവിടെ സ്പേസിങ്, മെട്രിക്കൽ സ്പേസിങ്, മെക്കാനിക്കൽ സ്പേസിങ്, ഓപ്റ്റിക്കൽ സ്പേസിങ്, അങ്ങനെ 2 സ്പേസിങ് ആണുള്ളത്. അത് ചില ഫോണ്ടുകളിൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുക. അക്ഷരങ്ങളുടെ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സംഗതിയാണ് ഈ കാണുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ അക്ഷരങ്ങളുടെ സ്പേസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കീബോർഡിൽ ആൾട്ട് പിടിച്ചുകൊണ്ട് ഏരോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആൾട്ട് പിടിച്ചുകൊണ്ട് റൈറ്റ് ഏരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ വർദ്ധിക്കും. അതുപോലെ തന്നെ ആൾട്ട് പിടിച്ചുകൊണ്ട് റൈറ്റ് ഏരോ ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് ഏരോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും. ഇനി ഇവിടെ ഈ കാണുന്ന ഉപയോഗിച്ചാൽ ലൈൻ സ്പേസിംഗ് ആണിത്. 2 ലൈൻ ഉണ്ടെങ്കിലാണ് അത് മനസ്സിലാവുള്ളൂ. ഇവിടെ ഒരു ടെക്സ്റ്റ് ലൈന് കൊടുത്തിരിക്കുകയാണ്. ടെക്സ്റ്റ് ലൈൻ കൊടുത്ത് കൂടുതൽ ലൈനുകൾ ഉണ്ടെങ്കിലാണ് ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ഇതിന് ലീഡിംഗ് എന്നാണ് പറയുക. ലൈൻ സ്പേസിംഗ് അഥവാ ലീഡിംഗ് എന്നാണ് പറയുന്നത്. 2 ലൈനുകൾ ഒരു പാരഗ്രാഫിലെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബ്ലോക്കിലെ 2 ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് സെറ്റ് ചെയ്യുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്. അത് 2 ലൈനുകൾ സെലക്ട് ചെയ്തു, അതിനുശേഷം ഗ്യാപ്പ് ഓട്ടോ കൊടുക്കാം. നോർമലി ഒരു ഫോണ്ട് സൈസിന്റെ 20% കൂടിയ സൈസ് ആയിരിക്കും അതിന്റെ ഗ്യാപ്പ്. അതായത് 72ന്റെ 20% 144 ആയിരിക്കും അതിന്റെ എന്താ പറയുക സ്പേസിംഗ് എന്ന് പറയുന്ന സംവിധാനം ബൈ ഡിഫോൾട്ട്. ഇത് കൂടുകയും കുറയുകയും ഒക്കെ ആവാം. എത്ര പോയിന്റ് വേണമെങ്കിലും കൂട്ടാം കുറയ്ക്കാം ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇതിന് 12 പോയിന്റ് കൊടുത്തിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് 14.4 ആണ് അതിന്റെ സ്പേസിംഗ് ആയിട്ട് വരുന്നത്. 12ന്റെ 20% 2.4, അപ്പോൾ 14.4% 4 പോയിന്റ് ആയിരിക്കും അതിന്റെ ഡിഫോൾട്ട് സ്പേസിംഗ് ആയി വരുന്നത്. ഇത് കേണിംഗ് എന്ന് പറയും, വലുപ്പം കൂട്ടാനും കുറയ്ക്കാനുള്ളത്. അത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കേണിംഗ്, അതായത് വലിച്ചു മുകളിലേക്ക് നീട്ടാനും ചുരുക്കാനും. ഇതുപോലെ തന്നെ ഇത് ഹൊറിസോണ്ടൽ കേണിംഗ്, വീതി കൂട്ടാനും കുറയ്ക്കാനുള്ളത്, ടെക്സ്റ്റിന്റെ വീതി കൂട്ടാനും കുറയ്ക്കാനുള്ളത്. ഇത് എന്താ പറയുക, ഈ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ മുകളിലേക്കാക്കാനും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. അതായത് ബേസ് ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, ഒരു ഇമാജിനറി ലൈനാണ്. ആ ലൈനിലാണ് ടെക്സ്റ്റ് അലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഇമാജിനറി ലൈനിൽ നിന്നും ടെക്സ്റ്റിനെ ഉയർത്താനും താഴ്ത്താനുള്ള സംവിധാനമാണ്. ഇങ്ങനെ കണ്ടോ, താഴ്ന്നു പോയി മുകളിലേക്ക് ആക്കുമ്പോൾ ഉയർന്നു പോയി. അതിനാണ് ടെക്സ്റ്റിൽ നിന്ന് വിടാതെ തന്നെ ഒരു പ്രത്യേക അക്ഷരത്തെ സെലക്ട് ചെയ്തുകൊണ്ട് ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ മൊത്തം ടെക്സ്റ്റ് നിൽക്കുന്ന ഒരു ലൈൻ നിൽക്കുന്ന അതിനാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. ആ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റിനെ ഉയർത്താനും താഴ്ത്താനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ കളർ, ആവശ്യമായിട്ടുള്ള കളർ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കളറുകൾ നമുക്ക് ലഭിക്കുന്നതല്ല. സ്റ്റൈലുകളായിരിക്കും മുൻപന്തിയിൽ ഉണ്ടായിരിക്കുക. സ്റ്റൈലുകൾ ഒഴിവാക്കാനായിട്ട് സ്റ്റൈൽ പാലറ്റിലേക്ക് പോവുക. അതിനുശേഷം അതിൽ സെലക്ട് ചെയ്തതിനു ശേഷം റീസെറ്റ് ചെയ്യുക, റീസെറ്റ് സ്റ്റൈൽസ് കൊടുക്കുക. ഇതിൽ ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് സ്റ്റൈൽസ് കാണാൻ പറ്റും. കേട്ടോ, ഇനി കളർ കൊടുക്കുമ്പോൾ മറ്റ് കളറുകൾ കൊടുക്കാനായിട്ട് ഇവിടെ ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കീബോർഡിൽ ആൾട്ട് പിടിച്ചുകൊണ്ട് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളർ മാറ്റിയെടുക്കാവുന്നതാണ്.